Hello guys, Namaskaram. Welcome to the interview for Miss Kerala 2025 pre-event task. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. കൊല്ലം ഒരു മിമിക്രി ആർട്ടിസ്റ്റും സീരിയൽ നടനും കൂടിയാണ് ഇദ്ദേഹം. വെള്ളരിപ്പട്ടണം, ഒറ്റമന്ദാരം എന്നീ സിനിമകളിലും തുടക്കം കുറിച്ചു. മറ്റാരുമല്ല, മിനി സ്ക്രീനിലും വെള്ളിത്തിരയിലും ഒരേപോലെ മലയാളി മനസ്സിനെ പൊട്ടിച്ചിരിപ്പിക്കുന്ന സതീഷ് വെട്ടിക്കവല. നമസ്കാരം സർ. താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. വെൽക്കം ടു അവർ ഷോ സർ. സാറൊന്നും വിളിക്കണം, എന്നെ ചേട്ടാന്ന് വിളിച്ചാൽ മതി. നമ്മുടെ നാട്ടുകാരൊക്കെ ഇല്ലേ, ചേട്ടാന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങൾ വിളിച്ച കുഴപ്പമില്ല. ഇന്ന് ചേട്ടൻ തന്നെ ആക്കിയേക്കാം. അപ്പം നാടകത്തിലൂടെയാണല്ലോ കലാരംഗത്തേക്കുള്ള രംഗപ്രവേശനം. അപ്പം എങ്ങനെയായിരുന്നു ആ ഒരു വഴിത്തിരിവ്? പ്രീ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ എസ് എൻ കോളേജിലാണ് പ്രീ ഡിഗ്രി പഠിച്ചത്. പ്രീ ഡിഗ്രി പഠിച്ച് ഞാൻ ഇറങ്ങി, ജയിച്ചില്ല, തോറ്റു കേട്ടോ. പ്രീ ഡിഗ്രി തോറ്റതിന് ശേഷം നാട്ടിലിങ്ങനെ നിന്ന സമയത്താണ് എനിക്കൊരു സന്തോഷം തോന്നുന്ന ചേട്ടൻ, അദ്ദേഹം ഇപ്പം ജീവിച്ചിരിപ്പില്ല, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹത്തിനൊരു നാടകത്തിലേക്ക് എനിക്കൊരു അവസരം വന്നു. എടാ അതൊക്കെ പോയി ചെയ്യാമെന്ന് ചോദിച്ചു. അങ്ങനെയാണ് ഞാൻ കൊല്ലം ആത്മമിത്ര എന്ന് പറഞ്ഞ ഒരു നാടക ഗ്രൂപ്പിലേക്ക് എത്തി. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് മിനി സ്ക്രീനിൽ വരണം. അന്ന് മറ്റേ സോഷ്യൽ മീഡിയകളൊന്നും ഇല്ലല്ലോ. ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാനലേ ഉള്ളൂ, വളരെ കുറച്ച് ചാനലുകൾ മാത്രമേ ഉള്ളൂ. ചാനലിൽ വന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കപ്പെടണം. അങ്ങനെയാണ് ഒരു വർഷം നാടകം ചെയ്തു. അതിനുശേഷം ഞാൻ പ്രൊഫഷണലായിട്ട് മിമിക്രിയിലേക്ക് വന്നു. അതിന് മുമ്പ് മിമിക്രി ഉണ്ടായിരുന്നു, കോളേജിൽ പഠിക്കുമ്പോൾ മിമിക്രി ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രൊഫഷണലായിട്ട് വന്ന് നാടകത്തിൽ വന്നതിന് ശേഷം അങ്ങനെ മിമിക്രി ആയിരുന്നല്ലോ ഒത്തിരി ഇഷ്ടം നാടകത്തെ കാട്ടിയും? അല്ല, രണ്ടും ഇഷ്ടമാണ്. നാടകത്തിൽ ഞാൻ സ്കൂൾ നാടകങ്ങളിലേക്ക് ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ പ്രൊഫഷണലായിട്ട് ഒരു വർഷം മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂ. കൊല്ലം ആത്മമിത്രയുടെ സത്യത്തിന് എത്ര വയസ്സായി നാടകത്തിന്റെ പേര് എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്. ഇഷ്ടം ഈ കുറച്ച് നെഗറ്റീവ് ക്യാരക്ടറൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. മഴവിൽ മനോരമയില് മഞ്ഞുരുകം കാലം എന്ന് പറയുന്നത് ജോഗിഷ് സാറിന്റെ വളരെ ഹിറ്റായിട്ടുള്ള നോവലായിരുന്നു മനോരമയില്. അതിനകത്ത് ശശിധരൻ എന്ന് പറഞ്ഞൊരു നെഗറ്റീവ് ക്യാരക്ടർ കണ്ടിട്ടുണ്ട്. അതൊരു സമയത്ത് ഭയങ്കര തരംഗമായിരുന്നല്ലോ. ഇപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ റീൽസ് ഒക്കെ ഇപ്പൊ ഇഷ്ടംപോലെ വരുന്നുണ്ട്, ഇപ്പോഴും വരുന്നുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ ക്യാരക്ടർ. അതുപോലെ തന്നെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ ബന്ധുവാരി ശത്രുവാരും എന്ന് പറഞ്ഞ സീരിയലിലെ പ്രകാശൻ എന്നൊരു ക്യാരക്ടർ, അതും നെഗറ്റീവ് ക്യാരക്ടറായിരുന്നു. അപ്പം ഇങ്ങനെ ആങ്കർ ആയിക്കൊള്ളട്ടെ, നടനായിക്കൊള്ളട്ടെ, മിമിക്രി ആയിക്കൊള്ളട്ടെ, അങ്ങനെ ഈ ഒരു മേഖലയിൽ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ എല്ലായിടത്തും കൈപ്പ് വെച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഏതാണ് പേഴ്സണലി ചേട്ടന് ഇച്ചിരി ഡിഫിക്കൽട്ട് അല്ലെങ്കിൽ സെൽഫ് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്? അങ്ങനെ ചോദിക്കുമ്പോൾ ഒരുപാട് ക്യാരക്ടർ ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമ്മള് ഈ മിമിക്രി എന്ന കലാരൂപത്തിൽ നമ്മൾ ചെയ്യുമ്പോഴേ നമ്മൾ ഒരു പ്രോഗ്രാമിൽ തന്നെ പല പല ക്യാരക്ടേഴ്സുകൾ ചെയ്യേണ്ടി വരും. ചിലപ്പം ഒരു സ്കിറ്റ് അത് ഡോക്ടറായിരിക്കും, ചിലപ്പം ആ സ്കിറ്റ് തന്നെ അടുത്ത സ്കിറ്റ് വരുമ്പം ചിലപ്പോൾ കള്ളനായിരിക്കും, അടുത്ത സ്കിറ്റ് ചിലപ്പോൾ പോലീസ് ആയിരിക്കും. അങ്ങനെ പല പല ക്യാരക്ടറുകൾ നമുക്ക് ചെയ്യാൻ പറ്റും. അടുത്ത പ്രൊജക്ട് ഏതാണ് ഇനി വരാനുള്ളത്? ഇനി വരാനുള്ളത് നമ്മുടെ ഏഷ്യാനെറ്റില് ഹാപ്പി കപ്പിൾസ് എന്ന് പറയുന്ന സിറ്റ്കോമാണ്. ത്രൂ ഔട്ട് ഹ്യൂമർ ഉള്ളൊരു പ്രോഗ്രാമാണ്. അതില് ഹാപ്പി കുമാർ എന്നൊരു ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. അതാണ് ഇപ്പൊ വരാൻ പോകുന്നത്. ഞാൻ എപ്പോഴും അണ്ണയെപ്പറ്റി ശ്രദ്ധിക്കാറുള്ളൊരു കാര്യമുണ്ട്, അത് എല്ലാം ഓൺ ദ സ്പോട്ട് ആണ് ചെയ്യാറുള്ളത്. ഇപ്പം ഓൺ ദ സ്പോട്ട് സ്റ്റേജിൽ നിൽക്കുമ്പോഴായിരിക്കും ഓഡിയൻസ് പറയാൻ മിമിക്രി ചെയ്യണം, ആക്ട് ചെയ്യണം എന്നൊക്കെ. എല്ലാം ആ ഒരു സെക്കൻഡിലാണ് ചെയ്യുന്നതും പ്രാക്ടീസും ഒക്കെ. അത് എങ്ങനെയാണ് ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നത്? അത് പറയാം. അതിന് ഒരു സംഭവം പറയാം. ശ്രീലക്ഷ്മി നമ്മളിപ്പോ എത്ര സംസാരിച്ചല്ലോ, ഇപ്പോഴാണ് കറക്റ്റ് നമ്മുടെ കൊല്ലത്തിന്റെ കൊട്ടാരക്കര ഒരു സംഭവം ഉണ്ട്. എന്താ പറയാ, ശ്രദ്ധിച്ച് പറയാൻ പറ്റും അണ്ണൻ എന്നുള്ള കാര്യം. കറക്റ്റ് ആണ്. അത് ഒരു പ്രത്യേക സംഭവമാണ് കേട്ടോ. അപ്പൊ ചിലയിടത്ത് ചിലപ്പോ ചേട്ടാന്ന് വിളിക്കും. അപ്പൊ നമ്മുടെ തിരുവനന്തപുരത്ത് വിട്ട് അണ്ണ അണ്ണനെ തിരുവനന്തപുരത്തിലെ എറണാകുളത്ത് അണ്ണാന്ന് വിളിക്കുക. ഒരു അണ്ണത് നമ്മൾ പറയാതെ നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം അല്ലേ, ഏറ്റവും കൂടുതൽ അടുത്ത് ഇടപെടുന്ന നമ്മൾ അണ്ണാന്ന് വിളിക്കുന്നത്. അപ്പൊ ചേട്ടാന്ന് വിളിച്ചപ്പോ അണ്ണാന്ന് വിളിച്ചത് ഭയങ്കര സന്തോഷമായിട്ടോ. അതിന് ചോദ്യം ഇതിന് മറുപടി പറയാം. അതായത് നമ്മള് ചില സ്റ്റേജുകളിലൊക്കെ ചെല്ലുമ്പോൾ ആൾക്കാർ നമ്മൾ കൂവാറുണ്ട്, ചിലർക്ക് കൈയടിക്കാറുണ്ട്. ഈ കൂവിനടുത്തൊക്കെ നമ്മൾ പ്രതികരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ മൊത്തം പ്രതികരിക്കേണ്ടി വരും. അതിപ്പോ നമ്മള് ചിലപ്പോൾ സ്കിറ്റ് കളിക്കുമ്പോൾ ചിലപ്പോൾ ചീത്ത വിളിക്കാറുണ്ട്, ചിലപ്പോൾ ഇറങ്ങി പോകാറുണ്ട്. ഈ ചെവി കൂടെ കേട്ടിട്ട് നമ്മൾ ഈ ചെവി കൂടെ എടുത്ത് കളയും. നിങ്ങളുടെ കാര്യം പറയാനുള്ളത് വെച്ചാൽ നമ്മളെ തുളത്താനും നെഗറ്റീവ് കമന്റ് പറഞ്ഞാൽ പല ആൾക്കാരും വരും, നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം എന്റെ ഒരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമയിലെ നല്ലൊരു താരമാണ്, പക്ഷെ എനിക്കത് നടന്നില്ല. ഞാൻ ടി വിയിൽ അത്യാവശ്യം ഒരുപാട് ചെയ്തിട്ടുണ്ട്. സിനിമയിൽ എനിക്ക് വലിയ ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമായിരിക്കും, കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു, ട്രൈ ചെയ്യുന്നു. അപ്പൊ ശ്രീലക്ഷ്മിയുടെ ആഗ്രഹം എന്തിനാണ്? മിസ് കേരള ആവണം എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത് മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക. ഉറപ്പായിട്ടും മിസ് കേരളയാവും. ഇപ്പം ശ്രീലക്ഷ്മി നമ്മളൊക്കെ ഇന്റർവ്യൂ ചെയ്തു. ഇനിയിപ്പം ശ്രീലക്ഷ്മി മിസ് കേരള ആയതിനു ശേഷം നമുക്ക് ഒരു ഇന്റർവ്യൂവിന് വേണ്ടി ശ്രീലക്ഷ്മി ഒരു ഇന്റർവ്യൂ തരും.
ചോദിക്കാം, ഇന്റർവ്യൂ തരൂ. തീർച്ചയായിട്ടും തന്നിരിക്കും. ഓക്കെ, അപ്പം മിസ് കേരളയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന ശ്രീലക്ഷ്മിക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. ഇത്രയും നേരം എനിക്ക് വേണ്ടി ഇത്രയും ഈ തിരക്കിനിടയിലൊക്കെ സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ വെട്ടിക്കലി വെച്ച് കുറെ സമയം കാണുമെങ്കിലും ഇങ്ങനൊരു സംസാരം ഇത് ആദ്യമായിട്ടാണ് ഇത്രയും നേരം ഇരുന്നത്. ഞാൻ കുറെ തവണ ആഗ്രഹിച്ചിട്ടുണ്ട് ഇങ്ങനൊരു സംസാരം വേണം, ഒരു കോൺവെർസേഷൻ വേണമെന്ന്. അപ്പൊ അതിന് താങ്ക് യു സോ മച്ച്.